തേപ്പ് ല്ലേ? അപ്പോ തേപ്പ് പഠിക്കുക, അതേപോലെ തേപ്പിനെ കുറിച്ച് അറിയാം. അതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിയുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. അതിനിപ്പോ പ്രത്യേകിച്ച് കുറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓരോ പണിക്കും ഓരോ ഐഡിയാസ് ആണല്ലോ. ഓരോ പണിക്കും ഓരോ ഐഡിയാസ് ആണ്. അങ്ങനെയാണ് ഇപ്പോ ഓരോ വർക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒന്ന് കണ്ടോ, തേപ്പിനെ കുറിച്ചുള്ള, അതായത് തേപ്പിനെ കുറിച്ച് നമുക്ക് അറിയാനും പഠിക്കാനും പറ്റുന്ന രീതിയിലുള്ള അതിന്റെ കുറച്ച് ഐഡിയകളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹൻമാസ് കൺസ്ട്രക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തേക്കുന്ന ഭാഗങ്ങളിൽ ചുമരുമല്ലേ നമ്മൾ ഈ സെൻട്രിങ്ങാരൊക്കെ ആണി അടിച്ചത്, അതുപോലെ കെട്ടുകമ്പി അതൊക്കെ ഉണ്ടാവും. ഇതുപോലെ അതൊക്കെ നീക്കം ചെയ്യുക. ഫസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാട്ടോ. ഇതൊക്കെ ഒന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളിൽ കാര്യം തുരുമ്പിച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ തേപ്പിന് ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മൾ തേക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് ഫുള്ള് റിമൂവ് ചെയ്യുക. അതേമാതിരി തന്നെ പിന്നെ നമ്മൾ നനക്കല് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു വെള്ളം ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. ശരിക്കും നമ്മൾ ഏകദേശം ഒരു കഴുകിയ ഫീലിന് വരണം ചുമര്. ഇതേമാതിരി കഴുകിയ ഒരു ഫീലിന് വരണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നനവ് വിടുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ പൊടി എറിയണം. നമ്മളെ സിമെന്റ് പൊടി ട്ടോ. കാരണം ചിലര് ഗ്രൗട്ട് ഉപയോഗിക്കലുണ്ട്, ചിലര് പൊടി ഉപയോഗിക്കണം. ഞാൻ കൂടുതലും പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൗട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സിമെന്റ് ഏറെ പോകുന്നുണ്ട്, കൂടുതൽ സിമെന്റ് ചെലവ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 10-12 ആൾക്ക് ഒരു സൈറ്റിൽ നിൽക്കുമ്പോൾ ഇവക്കൊക്കെ പാടെ ഗ്രൗട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ഗ്രൗട്ട് കുറച്ച് വേസ്റ്റ് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സിമെന്റ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പൊടിയും കണ്ടില്ല, നമ്മൾ ഇതേമാതിരി നല്ല നനവില്ല ചുമരിലേക്ക് ഇതേമാതിരി പൊടി വന്നിട്ട് തന്നെ കണ്ടോ ഗ്രൗട്ട് മാറിയിട്ടായി ഇതേമാതിരി ആവണം. അപ്പോഴാണ് നമ്മളെ തേപ്പിന് നല്ല സ്ട്രെങ്ത് കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിക്കേണ്ടായി, പുറം ഭാഗം തേക്കുന്ന വെറും ഫിനിഷ് ലെവലിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ വീടിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞാണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പൊടിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കോരി അടിക്കുക. ഇതേമാതിരി ഫുള്ള് കോരി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മയക്കോലിടുമ്പോൾ ഇതേമാതിരി ലെവലിൽ മയക്കോലിടണം. കറക്റ്റ് ആയിട്ട് മയക്കോലിട്ടിട്ട് തൂക്കം നോക്കണ്ട. ഈ തൂക്കം നോക്കുന്നതുകൊണ്ട് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, കറക്റ്റ് തൂക്കത്തിലായിരിക്കും നമ്മൾ തേപ്പ് നിൽക്കുക. രണ്ട്, തേപ്പ് എല്ലായിടത്തും ഒരേ കനയേക്കാരം. കാരണം ചുമര് തൂക്കിപ്പടുത്തതാണല്ലോ. അപ്പൊ ഇതും തൂക്കത്തിലാകുമ്പോൾ ഒരേ കനത്തിൽ നമുക്ക് തേപ്പ് കിട്ടും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഉള്ളത്. അപ്പൊ ഇതേമാതിരി തൂക്കം നോക്കിയാണ്ട് പിന്നെ നമ്മൾ മയക്കോലിടുമ്പോൾ ലെവലിൽ മയക്കോലിടണം. കറക്റ്റ് ആയിട്ട് ഈ തല മുതൽ ആ തല വരെ ഒരേ ലെവലായിരിക്കണം. പിന്നെ താഴ്ചയും പൊന്തലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ വടിച്ചെടുക്കണം മയക്കോലുണ്ട് കേട്ടോ. മയക്കോല് ഇടാന് ചെറിയൊരു ടിപ്സ് ഉണ്ട്, അത് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ. കാരണം പണിയെടുക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടും. അപ്പോൾ ഇതേമാതിരി കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്താണ് നമ്മൾ വരച്ചിടണം. ഇതുമാതിരി ചെറിയ കുഴികളൊക്കെ നമ്മൾ മയക്കോലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തൂത്ത് കൊടുക്കണം. ഇതേമാതിരി വരച്ചിട്ട് ലെവലാക്കിയ ശേഷം ചട്ടകിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ആരെങ്കിലുമൊക്കെ പഠിക്കുന്ന ഉദ്ദേശത്തിൽ വീഡിയോ കാണണമെങ്കിൽ ഓൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് കണ്ടോ, ഇതേമാതിരി ചട്ടകം മുകൾ ഭാഗം ശ്രദ്ധിച്ചാൽ കേട്ടോ. ഈ മുകൾ ഭാഗം നൂൽക്കാൻ പൊന്തിച്ചു കൊടുക്കുക മേലോട്ട് വലിക്കുമ്പോൾ. അതേമാതിരി കീപ്പോട്ട് വലിക്കുമ്പോൾ കണ്ടോ അടിഭാഗം നൂൽക്കാൻ പൊന്തിച്ചു കൊടുത്ത് വലിക്കുക. കാരണം ഫസ്റ്റ് ടൈമിൽ ഇതേമാതിരി ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യും. ഇങ്ങനെ നമ്മൾ ചട്ടകളുണ്ട്, അതിന് അടച്ചു പിടിച്ച് ചട്ട ഇട്ടാൽ ചിലപ്പോൾ ചെത്തി പോകും ഫസ്റ്റ് ചെയ്യണോലും കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് ശീലമായ പിന്നെ നമ്മൾ കൈകൊണ്ട് എങ്ങനെ ചെയ്യുന്നു അതേമാതിരി ഒക്കെ ചട്ടക റെഡിയാവും. അപ്പോൾ അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്ടെന്ന് സൂചിപ്പിച്ചാണ് വീഡിയോയിൽ, ഉപകാരപ്പെട്ടോട്ടെ എഴുതിയാണ് സൂചിപ്പിച്ചാട്ടോ. അപ്പോൾ സംഭവം കണ്ടില്ല, ഇതേമാതിരി ഫിനിഷ് ചെയ്യുക. തേപ്പിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓരോ പണിക്കും ഓരോ ഐഡിയ നമ്മൾ ഫസ്റ്റിൽ സൂചിപ്പിച്ചല്ലോ. ഇതൊക്കെ തന്നെ തേപ്പിന്റെ ഐഡിയകൾ. ബാക്കിയുള്ള ഐഡിയകളൊക്കെ ഇതിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. കാരണം ഒരു വീഡിയോനെ കുറെ ലെങ്ത് നീട്ടിക്കൊണ്ടോണ്ടല്ലോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. ബൈ.